بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد 24 മുതൽ 32 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ സൂചിപ്പിക്കാം. ഇദ്ഹബ് ഇലാ ഫിർഔൻ. ഇവിടെ ഇദ്ഹബ് ഈ പദം വളരെ സൂക്ഷിച്ച് ഭംഗിയായി പാരായണം ചെയ്യുക. ദാലിൻ്റെ ഉച്ചാരണം നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം മേലെ മുൻപല്ലുമായി ചേർത്ത് അയവോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഇദ് ഹബ്. ഇദ്ഹബ് ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. ഈ ഹംസക്ക് കസ്റാണുള്ളത്. ഈ എന്ന് ഇദ്ഹബ് ഹംസത്തുൽ വസ്ലാണ്. എന്നാൽ സാലിസുൽ ഫിഅലിന് ദമ്മ അല്ലെങ്കിൽ അഥവാ ഫത്ഹോ കസ്റോ ആണെങ്കിൽ ഹംസക്ക് കസ്റും കൊടുക്കണം എന്നതാണല്ലോ അടിസ്ഥാന വ്യാകരണ നിയമം. ഇവിടെ ഹാഇന് ഫത്ഹ ആയതുകൊണ്ട് സാലിസുൽ ഫിഅൽ എന്ന് പറയുമ്പോൾ ഫിഅലിലെ മൂന്നാമത്തെ അക്ഷരം ഇവിടെ ഹ ആണ്. ഹാഇന് ഫത്ഹാണ് അഥവാ ദമ്മല്ല. അതുകൊണ്ട് തന്നെ ഹംസക്ക് കസ്റ് കൊടുക്കുന്നു. ഇദ്ഹബ് ഈ ഹംസ സ്വാഭാവികമായും ചേർത്ത് വായനയിൽ കളയപ്പെടേണ്ടതാണ്. തൊട്ടു മുമ്പുള്ള പദവുമായി ചേർക്കുകയാണെങ്കിൽ മിൻ ആയാതിനൽ കുബ്റ ഇദ്ഹബ് എന്ന് ഓതേണ്ടതാണ്. ഒരു കാരണവശാലും അൽ കുബ്റ ഇദ്ഹബ് എന്ന് പറയരുത്. ഇദ്ഹബ് ഇലാ ഫിർഔന. ഫിർഔൻ ഈ പദത്തിലെ റായിന് തർക്കീഖാണ്. സുക്കൂനുള്ള റാവും തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റും ഉണ്ട് എന്ന കാരണത്താൽ ഫിർ എന്ന് നേർപ്പിച്ച് റാവ് ഉച്ചരിക്കുക. ഫിർഔന ഇന്നഹു തഗ. നൂൻ മുശദ്ദദയെ മണിക്കണം. ഇന്നഹു തഗ. ഇസ്തിഅലാന്റെ ഹർഫായ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. ഗൈനും അപ്രകാരം തന്നെ. ഗൈനിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം വേണം. അപ്പോൾ തഗ എന്ന് പറയണം. തഗേ എന്നോ ഒന്നൊന്നും പറയാൻ പറ്റില്ല. തഗ അലിഫിന് കൂടുതൽ ദീർഘം വരില്ല. 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം മാത്രം. തഗ. ഖാല ഇവിടെ ഇസ്തിഅലാന്റെ ഹർഫാണ് ഖാഫ്. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും ഇവ രണ്ടും തഫ്ഖീം ചെയ്ത് ഖാല എന്ന് പറയുക. റബ്ബി റായിനും തഫ്ഖീം. ഖാല റബ്ബി. ഇടയ്ക്ക് ലാമ് വന്നിട്ടുണ്ട്. ല എന്ന ലാമിൻ്റെ ഉച്ചാരണം തർത്തീഖോട് കൂടിയാണ് ഇസ്തിഫാലിൻ്റെ ഹർഫായത്. ഖാല റബ്ബി റബ്ബിശ്റഹ് ലി സദ്രി. റബ്ബിശ്റഹ് ഇതിൽ റാ ഉണ്ട്. തഫ്ഖീം ചെയ്യുക. അക്ഷരങ്ങളൊക്കെ ക്ലിയറായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ഹ തൊണ്ടയുടെ മധ്യമാണ്. റബ്ബിശ്റഹ് ലി സദ്രി. സ്വാദ് ഇസ്തിഅലാന്റെ ഹർഫാണ്. തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. ദാലിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ സുക്കൂൻ ചലിപ്പിച്ചുച്ചരിക്കുക. അതിൻ്റെ സുക്കൂനിന് സ്വാദിരി. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. വയസ്സിർ ഇവിടെയും റാഇ സാക്കിനത്തും തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുമുണ്ട് എന്നതിനാൽ റാഇന് തർഖീഖ്. വയസ്സിർ എന്ന് നേർപ്പിക്കുക. ലീ എന്നതിലെ യാഇൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. വയസ്സിർ ലീ അംരി. ഇതിലുള്ള സാക്കിനത്ത മീമിന് ഗുന്നത്ത് കൊടുക്കരുത്. ഇൽഹാർ ഷഫവിയാണ് മീമിന് വരിക. അംരി. വഹ്ലുൽ ഉഖ്ദ. വഹ്ലുൽ ഹ സൂക്ഷിക്കുക. തൊണ്ടയുടെ അക്ഷരമാണ്. ഹൽഖിയായ ഹർഫ്. വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി. ഉഖ്ദതൻ ഐനും തൊണ്ടയിൽ നിന്നാണ്. ഖാഫ് സാക്കിനത്താണ്. ഖൽഖല സുഗ്റ നൽകി അതോടൊപ്പം തഫ്ഖീമും നൽകണം. ഇസ്തിഅലാന്റെ ഹർഫ് ആയതുകൊണ്ട് ഉഖ്ദതൻ മിൻ ലിസാനി. ഉഖ്ദതൻ തൻവീനിനെ പൂർണ്ണമായും ശേഷമുള്ള മീമിൽ ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി മണിക്കുക. മീൻ എന്നതിലെ സാക്കിനത്ത നൂൻ ശേഷം ലാം. ഇവിടെ ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി പൂർണ്ണമായും ലാമിലേക്ക് നൂനിനെ ലയിപ്പിക്കണം. ലാമിൻ്റെ ഉച്ചാരണം ഉണ്ടാവുകയില്ല. നൂനിൻ്റെ ഉച്ചാരണം ഉണ്ടാവുകയില്ല.
ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. രണ്ട് ഖാഫ് ആവർത്തിച്ചു വരുന്നു. ഇസ്തിഅലാന്റെ അക്ഷരമാണ്. തഫ്ഖീം ചെയ്യുക. യഫ്ഖഹു ഖൗലി തടിപ്പിച്ച് ഖാഫ് ഉച്ചരിക്കുക. വജ്അൽ ലി ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി. അവിടെ സാക്കിനത്തായ ലാമും ശേഷം ഉള്ള ലാമും രണ്ടും ഇദ്ഗാം ചെയ്തുകൊണ്ട് വജ്അൽ ലി ഒറ്റ ലാമാക്കി ഉച്ചരിക്കുന്നു. വസീറൻ റായിന് തഫ്ഖീം കൊടുക്കണം. തൻവീനിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് വസീറൻ മിൻ എന്ന് ഇദ്ഗാം ബിഗുന്ന കാമിൽ ചെയ്ത് മണിക്കുക. മിൻ അഹ്ലി സാക്കിനത്തായ നൂനും ശേഷം ഹംസയും ഇൽഹാർ ഹൽക്കി ചെയ്ത് മണിക്കാതെ വെളിവാക്കുക. വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി. ഹ എന്ന് തന്നെ പറയണം, ഹാ എന്ന് പറയേണ്ട. ഇസ്തിഫാലിൻ്റെ ഹർഫാണ് ഹ. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തർക്കീഖാണ്. റായിന് തഫ്ഖീമുണ്ട്. ഹാറൂന അഖി. ഖാഇന് കുറഞ്ഞ തഫ്ഖീം മതി, കസ്റ ആയതുകൊണ്ട് അഖി. ഹാറൂന അഖി ഉഷ്ദുദ് ബിഹി അസ്രി. നേരത്തെ സൂചിപ്പിച്ചു ഹംസത്തുൽ വസ്ലിന് ഹറക്കത്ത് കൊടുക്കേണ്ടത് എന്താണ്, എങ്ങനെയാണ്. ഇവിടെ ഫിഅലിൽ വന്നതിനാൽ സാലിസുൽ ഫിഅലിന് ഇവിടെ ളമ്മാണ്. ഉഷ്ദുദ് ദാലിന് ളമ്മാണ്, അതുകൊണ്ട് ഹംസക്കും ളമ്മ്. ഉഷ്ദുദ് ചേർത്ത് ഓതുകയാണെങ്കിൽ അഖിഷ്ദുദ് എന്ന് ഹംസ ഇല്ലാതെ പോകും. അപ്പോൾ ഉഷ്ദുദ് സാക്കിനത്തായ രണ്ടാമത്തെ ദാലിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. ഉഷ്ദുദ് ബിഹി അസ്രി. ബിഹി ഇതിലുള്ള ദീർഘം മദ്ദുസ്സിലത്തിൽ കുബ്ര എന്നതാണ്. മദ് മുൻഫസിലിൻ്റെ ഹുക്മാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഉഷ്ദുദ് ബിഹി അസ്രി. അസ്രി വ്യക്തമാക്കി ഉച്ചരിക്കുക. അത് അസ്രി എന്നൊന്നും ഇപ്പോൾ വേണ്ട. അസ്രി വഅശ്രിക്ഹു ഫീ അംരി. വഅശ്രിക്ഹു ഫീ ഇതിലുള്ള ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ യാഇനെ ദീർഘിപ്പിക്കുക. വഅശ്രിക്ഹു ഹ ദമീറിന് ദീർഘമില്ല അവിടെ, കാരണം തൊട്ടുമുമ്പിൽ സ്ഥിരപ്പെട്ട സുക്കൂനുണ്ട്, തൊട്ടുമുമ്പിൽ സാക്കിനത ഹർഫുണ്ട് എന്നതുകൊണ്ട്. വഅശ്രിക്ഹു ഫീ അംരി സാക്കിനത മീം ഇൽഹാർ ഷഫവി. അംരി വെളിവാക്കുക. കൈ നുസബ്ബിഹക കസീറ. കാഫുകളൊക്കെ വ്യക്തമാക്കി ഹംസ് ഷിദ്ദ തുടങ്ങിയ സിഫത്ത് കൊടുത്ത് ഉച്ചരിക്കുക. വനദ്കുറക കസീറ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. اذهب إلى فرعون إنه طغى قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واجعل لي وزيرا من أهلي هارون أخي أشدد به أزري وأشركه في أمري